ഡാനി സത്യൻ, അതുല്, ഇവരെ പോലെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നത്. ഇവന്മാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തിനാണ് ഈ തമ്പലിനോ അങ്ങനല്ലേ പറയുന്നത്, അത് കൊടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഈ വീഡിയോ ഫുള്ള് കാണണം, ഫുള്ള് കണ്ടേ പറ്റത്തുള്ളൂ. ഇപ്പൊ എൻ്റെ മധുലിന്റെ പേര് ചേച്ചി പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് ഫുള്ള് കാണണം, മൊത്തം ഇരുന്നൊന്ന് കാണണേ. പിന്നെ ഹൈപ്പ് ഇന്ന് മൺഡേ ആണ് ഗൈസ്, അപ്പോൾ ഹൈപ്പ് എല്ലാവരും ഒന്ന് കൊടുത്തേക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബും ചെയ്തേക്കണം. അഭിപ്രായം കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഒരു ലൈക്കും കൂടെ അടിച്ചോ. ഇന്ന് മൺഡേ ആണ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഹൈപ്പ് കൊടുക്കാത്തവരെല്ലാവരും ഒരു ഹൈപ്പ് കൊടുത്തേരെ. നമുക്ക് വീഡിയോ കാണാം. ഞാൻ അത് പറഞ്ഞപ്പോഴാണ്, ഞാൻ ആരുടെ കൂടെ എന്റെ ബ്രദർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആരുടെ കൂടെ സെൽഫി എടുത്താലും ഈ ഡാനി സത്യൻ, അതുല്, ഇവരെ പോലെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നത്. ഇവന്മാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തിനാണ് ഈ തമ്പലിനോ അങ്ങനല്ലേ പറയുന്നത്, അത് കൊടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. കാമുകൻ അപ്പൊ ഫോട്ടോ നോക്കുമ്പോൾ അവര് വേറെ ആൾക്കാരാണ്. അവർക്ക് വേറെ വെച്ച് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കാമല്ലോ, മെയിൻ സ്ട്രീം കൊണ്ട് കാണിച്ച പോലെ അങ്ങനെ ഒരു വെച്ചൊരു ഫോട്ടോ വെക്കാമല്ലോ. ഇവർക്ക് ഈ എല്ലാവരുടെ ഫോട്ടോ എന്തിനാ എന്റെ കാമുകനാന്ന് പറഞ്ഞ് കൊടുക്കുന്നത്? അയ്യോ, അതാണോ ചക്കടക്കുട്ടിന് ഇത്ര വിഷമം? അതാണോ നിനക്ക് അത്ര വിഷമം? നിന്നെ പോലെ ആവശ്യമില്ലാത്ത പച്ചയ്ക്ക് പറഞ്ഞ തന്തരാഴി ഒന്നും പറഞ്ഞു നടക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. നിന്നെപ്പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന പരിപാടി, നിന്നെപ്പോലെ 1, 2, 3, 4 വെച്ച് മാറുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല. അതും കൂടെ മോളൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. നിനക്ക് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതി ഓരോ കോപ്രായങ്ങൾ കാണിക്കാം, ഉണ്ടാക്കാം. നിന്റെ ഒരു തമ്പുരാനല്ലേ ഞങ്ങൾ വെച്ചുള്ളൂ. അതിന് ഇത്രമാത്രം കൊള്ളാൻ മാത്രം എന്താ നിനക്ക്? ഇത്രമാത്രം കൊള്ളാൻ മാത്രം നിന്റെ ഈ കള്ളങ്ങൾ ഒന്ന് നിർത്തിയാൽ നല്ലതായിരിക്കും, കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരു നല്ല കുഞ്ഞു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ വന്ന് പറയുന്നത്, ഇപ്പൊ പറയുന്നത് പുള്ളിക്ക് ഒരു കല്യാണം കഴിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. ഒരാൾ കൂട്ടു വേണമെന്ന്. എൻ്റെ സുധിച്ചേട്ടൻ. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നിക്ക്, ഞാൻ പഴയ ഒരു ബിഗ് ബോസിൽ ഒരു വീഡിയോ വെച്ച് തരാം. ഭർത്താവിനെ ഞാൻ എന്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ്. ഞാൻ വിധവയല്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ബിഗ് ബോസിലും അവിടെയൊക്കെ ചെന്നിട്ട് ഞാൻ വിധവയല്ല എൻ്റെ പിള്ളേരെ എൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് വന്നെന്നൊക്കെ പറയുന്ന നിനക്ക് ഈ സമൂഹത്തിന് എന്താ നീ കൊടുക്കുന്നത്? സത്യം പറയാലോ, നിനക്ക് ഞങ്ങൾ ഇതുപോലുള്ള തമ്പലയും വെച്ചെന്നും പറഞ്ഞിട്ട് ആകാശം ഒന്നും ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നൊന്നും ഇല്ല. ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ മുസ്ലിമിനെ കെട്ടാൻ പോകുന്നു, ഹിന്ദുവിനെ കെട്ടാൻ പോകുന്നു, അങ്ങനെ ഓരോരോ നോണങ്ങൾ അടിച്ചു വിടുന്ന നിനക്ക് ഒരു തമ്പലയും കണ്ടെന്നും പറഞ്ഞ് ആകാശം ഇടിഞ്ഞ് വീഴുന്നു പോകണമെങ്കിൽ ഓട്ടമില്ലേ? ഇത്രയും മാത്രമല്ല അവരാത് ഓണങ്ങൾ ചെയ്തു വെക്കുന്നത്. നിനക്ക് സോഷ്യൽ മീഡിയ കള്ളങ്ങൾ കാണിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നാണം കെട്ട വർഗമൊക്കെ ബാക്കിയും കൂടെ കേട്ട് നോക്ക്. അല്ല, ഞാൻ വിധവയല്ല. എന്റെ ഭർത്താവ് എന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല, സോ ഞാൻ വിധവയല്ല. ആണല്ലേ? സുധി, ഇതാരും കേൾക്കരുത്. കടക്കാരും അവരങ്ങ് വീട്ടിൽ വരും. അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് കേൾക്കേണ്ടി വരും. സുധിച്ചേട്ടാ, ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ അതേ ആഴ്ച എന്നെ ഇവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പഴയ വീഡിയോ എടുത്ത് കാണിച്ചു. നമ്മൾ പുറത്ത് ഓൾറെഡി വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം തന്നെ ഇവിടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായതാ. ഒരു സ്റ്റാൻഡില്ലാത്ത സ്ത്രീ, ലോക കൂട്ടായ്പാണെന്ന് അകത്തുള്ളവർക്ക് തന്നെ അപ്പം മനസ്സിലായ കാര്യമാണ്. പിന്നെ ബിഗ് ബോസ് അല്ലേ ഇവിടെ കോടതി? ബിഗ് ബോസിനോട് പഴം പറയാന് സത്യം. മരിച്ചപ്പോ പോലും ഈ ആ ഒരു മനുഷ്യനൊരു എനിക്ക് തോന്നുന്നില്ല അയാളുടെ ആത്മാവിന് ശാന്തി കിട്ടിയത് പോലും ഒരു ഡൗട്ടാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ. കാരണം ഇവിടെ സംസാര രീതികൾ എപ്പോൾ നോക്കിയാലും ആ ഒരു മനുഷ്യന്റെ ഫോട്ടോസ് വെച്ച് സോഷ്യൽ മീഡിയ ആൾക്കാരെ വെറും ഉണ്ണാക്കരാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ്. എൻ്റെ സുധിച്ചേട്ടൻ എന്നെ വിട്ടു പോയിട്ടില്ല. എന്നിട്ട് എനിക്ക് അവനോട് ഇഷ്ടമാണ്, ഇവനോട് ഇഷ്ടമാണ്, റിലേഷൻ ആണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും. എന്തിന്? സോഷ്യൽ മീഡിയയിൽ ഉള്ള കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി നീ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇച്ചിരി തമ്പലേനെ കൂടി എരിവ് കയറ്റി തരുമ്പോൾ ആൾക്കാർ ആ തമ്പലേനെ കുറിച്ച് വന്നിട്ട് നിന്നോട് പറയും, നീ അതിൻ്റെ മറുപടി പറയും. ഞങ്ങൾ പിന്നെ എടുത്ത് അത് സംസാരിക്കും. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവള് കാണിക്കുന്ന ഒരുപാട് കള്ളങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരുപാട് കേസ് കെട്ട്, പ്രൊമോഷൻ്റെ പേര് പറ്റിച്ച കുറേ കേസ് കെട്ടുകളും ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്നല്ലോ, നറുക്കെടുപ്പിൻ്റെ ഒക്കെ. അത് നൈസായിട്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ മുക്കി പിന്നെ വന്ന് ഇവന് പ്രതീക്ഷയോ മാപ്പൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. എന്റെ ഭർത്താവല്ലേ ഞാൻ കൊടുത്തു. ഞാൻ മസ്താനി അന്വേഷിക്കുന്നത്. എന്റെ ഓക്കെ, എന്റെ പൊന്നോ ഉറങ്ങിക്കേണ്ടെന്ന മാരകം. നിനക്കൊക്കെ പറ്റിയ പരിപാടി എന്ന് പറഞ്ഞതാ.
സത്യം ഇതുപോലുള്ള പാട്ടിനൊക്കെ ചേരും ഇവിടെ ഡാൻസ്. ഇവിടെ ഇതുപോലുള്ള പാട്ടിനൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചേരും. അതെ, ചുമക്ക് ചുമക്ക് ചുമ്മ. ഗുരുവായൂരല്ല, നീ ഒരു അമ്പലത്തിലും കയറാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പിന്നെ അമ്പലത്തിന്റെ കാര്യത്തിലൊന്നും അത്ര സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ആരും നോക്കുന്നു അന്യജാതി അത് ഇത് ഈ കാലത്തൊന്നും ആരും നോക്കത്തൊന്നുമില്ല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. എന്നാലും ചേച്ചിയുടെ ഓരോ മാറ്റങ്ങൾ കാണുമ്പോഴേ ചെറിയ മൊബൈൽ എനിക്ക് ഏറ്റവും വലിയ മൊബൈൽ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഫോൺ ആണ്. എനിക്ക് താല്പര്യമില്ലാത്ത സാധനം ഞാൻ നമുക്ക് താല്പര്യമില്ലാത്ത സാധനം നമ്മളങ്ങനെ ഉപയോഗിക്കും. എനിക്കവിടെ ഐഫോൺ മേടിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ട്, ഞാൻ മേടിക്കുന്നുണ്ട്. പൈസ ആവശ്യത്തിനുണ്ട്. അയ്യോ എനിക്ക് ചുമ വന്നോണ്ടിരിക്കുകയാണല്ലോ ഈശ്വര. പൈസ ആവശ്യത്തിന് പൈസ ആവശ്യത്തിന് അവിടെ കയ്യിലുണ്ട്. ഇപ്പോൾ പഴയ കൂട്ടമൊന്നുമല്ല രേണു. ഒരു അത്യാവശ്യത്തിന് ഒരു ഫംഗ്ഷനും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് പോയാലും 1 ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞത് രേണു സുധി മേടിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി പറയുന്നത് ഞാൻ എൻ്റെ മാനേജറാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ. 1 ലക്ഷം 1.5 ചേച്ചി മേടിക്കാറുണ്ട്. കാരണം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അന്ന് അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമെന്ന് അവിടുത്തെ ഓണറിനറിയാം. അവർക്ക് 1 അല്ല 2 അല്ല 5 കൊടുത്താൽ അത് മുതലാ. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞ ഒരു റീല് സമയം പോകാൻ എടുക്കും, അത് അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിന്റെ ആ ഒരു റീല് സമയം പോകാനുള്ള ആ ഒരു റീല് മതി. പിന്നെ 2 ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ കത്താനാ. സീരിയസ് ആയിട്ട് പറഞ്ഞാലാ. അയ്യോ എന്തായാലും ഇനി ഓരോന്നൊക്കെ വരുന്നത് കാണാലോ. അങ്ങനൊന്നും ഇല്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല. വീഡിയോ കോൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അധികം ചെയ്യാറില്ല, അത്യാവശ്യത്തിന് മാത്രം ചെയ്യും വീഡിയോ. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ? അങ്ങനല്ലേ പട്ടാളക്കാരോ? പുതിയ പ്രേമല്ലേ പട്ടാളക്കാരൻ? ഡൽഹിയിലുള്ള പട്ടാളക്കാർ കമാൻഡോ അവരൊക്കെ എനിക്ക് സെൻട്രൽ സയൻസ് ഉണ്ട് അവിടെ. ഇന്നലെ ഒരു മുസ്ലിം പയ്യനായിരുന്നു, ഇനി പട്ടാളക്കാരനായിരിക്കും. എങ്ങനെയായാലും ചേച്ചിക്ക് സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കണം. ഇവിടുത്തെ യൂട്യൂബേഴ്സ് എടുത്ത് ചേച്ചി വറക്കണം. ഇതൊക്കെയാണ് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ പുതിയൊരു പുതിയൊരു എന്താ പറയാ, ഞാൻ പറയുന്നില്ല. പട്ടാളക്കാരൻ സെറ്റായതോ? വന്ദേ ഭാരതം ഇതുവരെ ആയിട്ടില്ല. അയ്യോ അങ്ങനൊന്നും പറയില്ലേ ചേച്ചി, അങ്ങനൊന്നും പറയല്ലേ. സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. ആ സമയത്ത് വേറൊരാളെ നോക്കുന്ന അത്ര ശരിയാണോ? ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നതല്ല, ഒരു മാസം കഴിഞ്ഞിട്ട് പറയുന്നത്. അവൾക്ക് പോലും ഒരു ബോധമില്ല. സത്യം ഒരു കാര്യം മാത്രം അവൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അവിടെ അച്ഛൻ്റെ പേര് തങ്കച്ചനാണെന്നും പിന്നെ കൊല്ലം സുധി ഈ ഒരു കാര്യം മാത്രം അവൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബാക്കി വാ തുറന്നാൽ ഇതുപോലെ ഒരു ഞുണച്ചിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്, ഡൽഹി ബേസ്ഡ് ഓഫീസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരങ്ങനെ ആണോ ഫ്രണ്ട്? പക്ഷെ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ അറിയുന്നത് അവരെടുത്തെന്ന് എനിക്ക് ഇതുവരെ അറിയുന്നില്ല. ഇപ്പൊ ആ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കില്ല. അതുകൊണ്ട് ഇപ്പൊ റാസൽ ഗെയിമിലോട്ട് പോകുന്നുണ്ട്. പുതിയ റെസ്റ്റോറന്റ് ഇനോഗ്രേഷൻ, അതിന്റെ പ്രമോഷൻ ചെമ്പരത്തി എന്നാണ് പേര്. ദൈവമേ, അതൊക്കെയാണോ ഈ ദുബായിലൊക്കെ ചെമ്പരത്തിയുടെ ഷോർട്ട് ഫിലിമോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോയേ ചെയ്യരുത്. ഇവിടെ അങ്ങാണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയ സ്ഥലത്തിന്റെ അപ്പുറത്തങ്ങാണ്ട് മറ്റേ സാധനം വീണിട്ടുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. എനിക്ക് പേര് പോലും ഇവിടെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ അതുവരെ പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുവരെ വന്ന് വീണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടൊക്കെ അവിടെ പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റ് അല്ലാതെ ഇപ്പൊ എന്തോ പറയാനാ. അതിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. വിസ ഓൾറെഡി ഇതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ടിക്കറ്റും അതുപോലെ എന്താ പറയാ നമ്മുടെ ഫ്ലൈറ്റിന്റെ കാര്യം കാത്തിട്ട് വേണം. പോവാണെങ്കിൽ 16-17 തീയതി പോയില്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. പോവാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ തന്നെ ശല്യമാണ്. അവിടെ ഇപ്പൊ എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ദുബായിലോട്ടും UAE ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ആ രാജ്യം കൂടെ കുട്ടിച്ചോറാക്കരുത് ദേവി. ഇത് അത്ര ഈ മാമന് പറയാനുള്ളൂ. എടേ എന്തോ ചോദ്യമാണ്. ഇവിടെ വലിയ റോക്കറ്റ്. സീരിയസ്ലി പുള്ളിയെ വലിയ റോക്കറ്റ്. അവർക്ക് ഇതൊക്കെ എന്ത് പേടി.
കാണുന്നതിൽ പേടിയില്ല, ശരിക്കും ആ മിസ്സിന് പേടിയാണ്. അതെ, അതിന്റെ അടുത്തൊന്നും പോവല്ലേ, അത് നശിച്ചു പോവും. സീരിയസ് ആയിട്ട് പറഞ്ഞല്ല. പിന്നെ ശാന്തവിളയിലെ എന്തോ പുള്ളിക്കാരൻ എന്തല്ലോ അയാളെ വെച്ച് തരാം. ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ആ പുള്ളി അറിയത്ത് പോലല്ലോ നേരെ ജോയി. പക്ഷെ പുള്ളി ഈ ലാസ്റ്റ് ഒരു പോസ്റ്റിൽ അത് പറയുന്നുണ്ട്, കൂടുതൽ വെല്ലുവിളിയായി വരണ്ട, നീ അഴിഞ്ഞാടുന്ന ഒരു വീഡിയോ എന്റെ ഉണ്ട്. കാണിക്കട്ടെ, പുറത്തു വിടട്ടെ. ഞാൻ അന്നേ പറഞ്ഞല്ലോ പുറത്തു വിടട്ടെ, ശാന്തിവിള അപ്പൂപ്പൻ പുറത്തു വിടട്ടെ. എനിക്ക് എന്താണ് അഴിഞ്ഞാടുന്നെങ്കിൽ അവർ പുറത്തു വിടട്ടെ. അത്രേ ഉള്ളൂ. നാറുകയാണെങ്കിൽ നാറ്, ഇതിക്കുള്ള എന്തോ നാറാനിരിക്കുന്നത്. ആ ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് വീണ് കഴിഞ്ഞാൽ ഈ പറയുന്ന രേണുസുതി ബിഗ് സീറോ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 1 2 അല്ല 3 4 ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ കുറിക്കും. അത്രയ്ക്ക് നാണം കെട്ട ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിനെ ജീവിതകാലം മുഴുവനും നമുക്ക് വെളിപ്പിക്കാൻ പറ്റത്തില്ല. ചില നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ഒരു അടുത്ത സമയത്ത് നിരന്തരം ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി, ഓക്കെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതും പറയും, പേഴ്സണലി വിളിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ. സഭ്യ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് കൊടുക്കുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക. ബൈ, ലവ് യു.